ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തെയ്യം കാണുക, ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. ഉത്തര മലബാറിലെ നൂറുകണക്കിന് തെയ്യക്കോലങ്ങളിൽ പല വിഭാഗങ്ങളുണ്ട്. അസുര നിഗ്രഹത്തിനായി അവതരിച്ച ഒരു വിഭാഗം തെയ്യങ്ങൾ, രോഗമൂർത്തികൾ, ബാധാമൂർത്തികൾ, ഇങ്ങനെ ഒരുപാടുണ്ട്. തെയ്യക്കളത്തിൽ വളരെ ഗൗരവത്തോടെ കെട്ടിയാടുന്ന, അതായത് കാണികളിൽ ഭയഭക്തി ബഹുമാനം നിറച്ചു വയ്ക്കുന്ന ഇത്തരം തെയ്യങ്ങളുടെ ഇടയിലാണ് എല്ലാത്തിനും ഒരു സമാധാനമായി സന്തോഷത്തിനായി എത്തുന്ന ചിരിപ്പിക്കുന്ന തെയ്യങ്ങൾ. ഗുളികൻ, ഭൂതം എന്നീ തെയ്യങ്ങൾ ഈ വിഭാഗത്തിൽ പെടുന്നവയാണ്. എന്നാൽ കേവലം ചിരിപ്പിക്കുക എന്നത് മാത്രമല്ല, കാണികളെ ഏവരെയും ചിന്തിപ്പിക്കുകയും പ്രബുദ്ധരാക്കുകയും ചെയ്യുക എന്ന വലിയ ലക്ഷ്യം കൂടി ഈ തെയ്യങ്ങളുടെ അവതരണത്തിന് പിന്നിലുണ്ട്. ഭൂതം എന്ന തെയ്യം തന്നെ വ്യത്യസ്ത സങ്കല്പത്തിലും രൂപത്തിലും കെട്ടിയാടപ്പെടുന്നുണ്ട്. അതിൽ വെളുത്ത ഭൂതം എന്ന തെയ്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. തെയ്യത്തിന്റെ പുരാവൃത്തം, തെയ്യത്തിന്റെ അണിയലങ്ങളുടെ സവിശേഷതകൾ, എങ്ങനെയാണ് ഈ തെയ്യം കാണികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും പ്രബുദ്ധരാക്കുകയും ചെയ്യുന്നത് തുടങ്ങിയ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. പരമശിവന്റെ ഭൂതഗണങ്ങളിൽ ഒരാളാണ് ശ്രീഭൂതം എന്ന തെയ്യം എന്ന് വിശ്വാസം. വളരെ ലളിതമായ അണിയലങ്ങൾ മാത്രമേ ഈ തെയ്യത്തിനുള്ളൂ. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും. ചുവന്ന ഒരു പട്ടുടുപ്പുണ്ട്, കഴുത്തിൽ അയ്യരം അണിഞ്ഞിട്ടുണ്ട്, 2 കൈയിലും കത്തിച്ച ചൂട്ടുണ്ട്. വളരെ നിശബ്ദനായിട്ടാണ് ഈ തെയ്യം അരങ്ങത്തേക്ക് വരുന്നത്. ഒന്നും ഉരിയാടാതെ എല്ലാവരെയും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുക എന്നതാണ് തെയ്യത്തിന്റെ ആദ്യത്തെ ദൗത്യം. അത് കഴിഞ്ഞ് വടക്ക് തിരിഞ്ഞ് മുഖപ്പാള അണിയുന്നതോടെ തെയ്യം തന്റെ കൃത്യമായ ദൗത്യത്തിലേക്ക് കടക്കുന്നതായി കാണാം. മുഖപ്പാള അഥവാ പൊയ്മുഖത്തിലെ എഴുത്ത് തന്നെ നമ്മെ ഒറ്റ നോട്ടത്തിൽ തന്നെ ചിരിപ്പിക്കുന്നതാണ്. വലിയ ഏതാനും പല്ലോടുകൂടിയ വലിയൊരു വായാണ് നമ്മൾ ആദ്യം തന്നെ മുഖത്ത് കാണുന്നത്. ആ ചിരിയുടെ തിളക്കം കണ്ണിലും കാണാം. ആട്ടം തുടങ്ങുന്നതോടുകൂടി ഭൂതം നേരെ പോകുന്നത് വാദ്യക്കാരുടെ അടുത്തേക്കാണ്. വാദ്യക്കാരുമായിട്ടാണ് കൂടുതൽ ഹാസ്യ സംഭാഷണങ്ങളെല്ലാം നടത്തുന്നത്. എല്ലാം വിപരീതമായിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെയാണല്ലോ ഹാസ്യം പ്രതീതമാവുക. ചെണ്ടക്കാർ തങ്ങളുടെ വാദ്യം തകർത്തു കൊട്ടുകയാണെങ്കിൽ ഒരു ശബ്ദം കേൾക്കുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് ആ വാദ്യം നിർത്തിക്കും തുടക്കത്തിൽ. അല്ല, ശബ്ദം കുറഞ്ഞിട്ടാണ് കൊട്ടുന്നതെങ്കിൽ എന്തൊരു ശബ്ദമാണ്, ചെവി അടച്ചിട്ട് നിവർത്തിയില്ല എന്ന് പറയും. ഇങ്ങനെ വിപരീതമായ അർത്ഥത്തിൽ ഒരുപാട് സംഭാഷണം ചെണ്ടക്കാരുമായി നടത്തുന്നതോടെ കാണികളെല്ലാം തന്നെ ചിരിയുടെ മാലപ്പടക്കത്തിൽ എത്തിച്ചേരും. അതോടൊപ്പം തന്നെ ചില ഉപദേശങ്ങളും കൊടുക്കുന്നുണ്ടാവും. വളരെ കൃത്യമായി ചെയ്യണം. വാദ്യം ആയിക്കഴിഞ്ഞാലും ഏത് തന്റെ കർമ്മമായി കഴിഞ്ഞാലും വളരെ കൃത്യതയോടെ ആത്മാർത്ഥതയോടെ വേണം ചെയ്യാൻ. ഇത് കാണികളെയൊക്കെ രസിപ്പിക്കുന്നതോടൊപ്പം തന്നെ അത് അവർക്ക് സുഖം നൽകുന്നതും കൂടി ആയിരിക്കണം. ഇങ്ങനെ ചില ഉപദേശങ്ങളുടെ കണികകൾ കൂടി അതിനിടയിൽ ഇട്ടുകൊടുക്കും തെയ്യം. വാദ്യക്കാരുടെ അടുത്തുനിന്ന് പോയി കഴിഞ്ഞാൽ നേരെ കാണികളുടെ ഓരോരുത്തരുടെയും മുമ്പിലാണ്. പലരിലും ഓരോ പ്രത്യേകതകൾ കണ്ടെത്തും ഈ തെയ്യം. ഒന്നും കുറി തൊടാതെയാണ് തെയ്യത്തിന്റെ അരങ്ങിൽ വന്നിരിക്കുന്നതെങ്കിൽ തെയ്യം പറയും, ഒന്ന് ചാണകമെങ്കിലും കലക്കി തൊട്ടുകൂടെ നിങ്ങൾക്ക് എന്ന് ചോദിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് അതൊരു മോശം പ്രതീതിയല്ല ഉണ്ടാക്കുക, ആ കൂടി എല്ലാവരും ചിരിപ്പിക്കുകയാണ് ചെയ്യുക. ഇനി അഥവാ കുറി തൊട്ടിട്ടുണ്ടെങ്കിലോ ഇതെന്ത് കുറിയാണ് എന്ന് പറഞ്ഞ ആ കുറിയെ കുറിച്ചാണ് പിന്നീടുള്ള പരിഹാസം. ആകെ കൂടി നമ്മളിലുള്ള ഒരു അഹം എന്നുള്ള ബോധം, അല്ലെ, അഹങ്കാരം അല്ലെങ്കിൽ അഹംഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ബോധമാണ്. ആ ബോധം കൂടുതലാകുമ്പോഴാണ് മനുഷ്യന് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. ഈ അഹംബോധത്തെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു ദൗത്യം തന്നെയാണ് ഇവിടെ തെയ്യം നിർവഹിക്കുന്നതെന്ന് പറയാം. സ്വതവേ ആൾക്കാരുടെ കൂട്ടത്തിൽ ചെന്ന് നമ്മളെ കളിയാക്കിയാൽ നമുക്ക് വല്ലാതെ ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ തെയ്യം അത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അത് എല്ലാവരെയും ചെയ്യുമ്പോൾ നമ്മൾ എത്ര തന്നെ അത് ബാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, നമ്മളിലെ അഹം മെല്ലെ മെല്ലെ അലിഞ്ഞില്ലാതാവുകയും ചെയ്യും. ഇങ്ങനെ മനസ്സിനെ പാകപ്പെടുത്താനും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കി കൊടുക്കുകയാണ് തെയ്യം ഇവിടെ യഥാർത്ഥത്തിൽ ചെയ്യുന്നതെന്ന് പറയാം. അതോടൊപ്പം തന്നെ അല്പസമയം മനസ്സ് തുറന്ന് സന്തോഷിക്കാനുള്ള അവസരവും കൂടി ഇവിടെ തെയ്യക്കളത്തിൽ ഉണ്ടെന്ന് പറയാം. ഓരോ തെയ്യാട്ടത്തിലും 4, 5 അല്ലെങ്കിൽ അതിൽ കൂടുതലോ തെയ്യങ്ങൾ ഉണ്ടാവും.
മിക്ക തെയ്യങ്ങളും അസുര നിഗ്രഹത്തിനായി അവതരിച്ചവയാണല്ലോ. വിഷ്ണുമൂർത്തിയാണെങ്കിലും ചാമുണ്ഡി തെയ്യങ്ങളാണ്, ഭഗവതി തെയ്യങ്ങളെല്ലാം ഇതെല്ലാം ഈ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. ഈ സമയത്തെല്ലാം കാണികൾ ഭയഭക്തി ബഹുമാനത്തോടുകൂടി മാനസികമായ സമ്മർദ്ദത്തിലായിരിക്കും ഉണ്ടാവുക. അസുരനെ നിഗ്രഹിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ആകെ കൂടി ഭയപ്പെടുകയും അതോടൊപ്പം തന്നെ അത്തരം ദോഷങ്ങളെല്ലാം ഇല്ലാതാവണേ എന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അനുഭവിക്കുന്ന ഒരു സമ്മർദ്ദങ്ങളുണ്ട്. അങ്ങനെ മാനസിക പിരിമുറുക്കത്തിനെ ക്രമാതീതമായി നിലനിർത്തുന്നതിന് പകരം അതിനൊന്ന് ലഘൂകരിക്കുക എന്നുള്ളതാണ് ഇത്തരം തെയ്യങ്ങൾ കൊണ്ട് പഴയ കാലത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് തോന്നുന്നു. ഭൂതം അരങ്ങത്ത് വന്ന് ആടിക്കഴിയുമ്പോഴേക്കും എല്ലാവരും ഒരു സന്തോഷത്തിൽ എത്തിയിരിക്കും. ഭൂതത്തിൻ്റെ കയ്യിലെ ആയുധമാവട്ടെ ഇവിടെ ചൂട്ടാണ്. ഈ ചൂട്ട് കാണികളുടെ മുഖത്ത് കാണിച്ച് ഒന്ന് ഭയപ്പെടുത്തും ചില സമയത്ത്. അതോടൊപ്പം തന്നെ അവരെ ഒന്ന് സമാധാനിപ്പിക്കുകയും ചെയ്യും അത് കാണിച്ചുകൊണ്ട് തന്നെ. കുട്ടികളൊക്കെ പലതരത്തിലുള്ള ഒച്ചയുണ്ടായിക്കൊണ്ട് ഭൂതത്തിന് പുറകെ ഓടുകയും ഭൂതം വരുമ്പോൾ ഭയപ്പെട്ട് ഓടുകയൊക്കെ ചെയ്യും. അങ്ങനെ ആ കൂടി തെയ്യക്കളം ആ ഒരു സന്തോഷത്തിൻ്റെ ലഹരിയിലാകുന്നത് കാണാം ഭൂതത്തിൻ്റെ വരവോടെ. ചില സമയങ്ങളിൽ ആചാരക്കാരുടെ നേരെയായിരിക്കും തെയ്യം ഓങ്ങുന്നുണ്ടാവുക. ലളിതമായ അണിയലങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ തെയ്യക്കളത്തിൽ ഓടി നടക്കുക എന്നുള്ളത് തെയ്യക്കാരനെ സമയത്തോളം വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ഇങ്ങനെ വാദ്യക്കാരും ആചാരക്കാരും കാണികളും എല്ലാം ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു വേളയാണ് തെയ്യത്തിൻ്റെ അരങ്ങ്, അതായത് ഭൂതം തെയ്യത്തിൻ്റെ അരങ്ങ്. കളിയാക്കിക്കൊണ്ടാണ്, അതായത് പരിഹസിച്ചുകൊണ്ടാണ് തെയ്യം പറയുന്നതെങ്കിലും തെയ്യം പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കാണികളുടെ മനസ്സിൽ കൊള്ളുകയും അതവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതായി കാണാം. ചിരിക്കുന്ന കഥ കേട്ടാൽ ഇരിക്കും അല്ലെങ്കിൽ തിരിക്കും എന്നാണല്ലോ നമ്മളെ കുഞ്ചൻ നമ്പ്യാരും പറഞ്ഞത്. എല്ലാവർക്കും ഇഷ്ടം ഹാസ്യമാണ്. അതുകൊണ്ട് തന്നെ ഹാസ്യത്തിലൂടെയുള്ള തത്വപ്രബോധനം ഏറ്റവും സമൂഹത്തിന് ഗുണകരമാവും എന്ന് പറയാതെ വയ്യ. ഭൂതം എന്ന തെയ്യത്തെ പരിചയപ്പെടാൻ അറിയാൻ ഈ വീഡിയോ ഉപകരിച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം. ഒന്ന് പറയാൻ മറന്നുപോയി, ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. നിങ്ങൾ തരുന്ന അംഗീകാരമാണ് നമ്മുടെ ശക്തി.